സിബ് വെക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരാൾ എന്നും കമൻറ്റ് ബോക്സിൽ സിബ് വെക്കുന്ന വീഡിയോ ഒന്ന് സ്ലോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. നൈറ്റിക്ക് സിബ് വെക്കുന്ന വീഡിയോ ആണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞാനിപ്പോൾ നൈറ്റി ചെയ്യാത്തത് കൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇടുന്നത്. നൈറ്റി ചെയ്യുമ്പോൾ നൈറ്റീൻ്റെത് ഇടുന്നതായിരിക്കും. സിബ് വെക്കാൻ വേണ്ടി ആദ്യം പ്രഷർ ഫുട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇതുപോലത്തെ ഒറ്റപ്പല്ലുള്ള പ്രഷർ ഫുട്ട് ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒന്ന് വാങ്ങിയാൽ മതി. എന്നിട്ട് സിബ് വെക്കുമ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കുക. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ ആണിയൊന്ന് തിരിച്ചു കൊടുത്താൽ ഇത് നമുക്ക് ഊരാൻ പറ്റും. ഇത് ഊരിയിട്ട് അവിടെ മറ്റേ പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒറ്റപ്പല്ലുള്ള പ്രഷർ ഫുട്ട് വലത് സൈഡും ഇടത് സൈഡും വരുന്നതുണ്ട്. അത് രണ്ടും വാങ്ങുന്നത് നല്ലതാണ്. പൈപ്പിങ് വെക്കാനും സിബ് വെക്കാനും ഒക്കെ അത് ഇങ്ങനെ സൈഡ് നോക്കി മാറ്റിയിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സിബ് വെക്കാനും പൈപ്പിങ് വെക്കാനും ഒക്കെ വളരെ ഈസിയാണ്. ബുദ്ധിമുട്ടൊന്നും വരില്ല. സിബ് വെക്കേണ്ട ഭാഗം ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് സിബിൻ്റെ നല്ല വശം ഡ്രസ്സിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വക്കിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പല്ല് ഈ സിബിൻ്റെ ഈ പല്ലിനടുപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ സിബിൻ്റെ പല്ലിനടുപ്പിച്ചിട്ട് പ്രഷർ ഫുട്ട് വെച്ചിട്ട് ഇതേപോലെ വക്കിനോടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടിവരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പുറത്തെ വശം സിബ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ലെവലാക്കി വെച്ചിട്ട് ഇതേപോലെ മുട്ട് സൂചി കുത്തി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ തെറ്റിപ്പോവില്ല. എന്നിട്ട് ഇതേപോലെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നിടത്തുനിന്ന് മുട്ട് സൂചി ഊരി കൊടുക്കുക. ഞാൻ സിബ് വെക്കാൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. വേറെ രീതിയിലും ചെയ്യും. അത് പിന്നീട് കാണിച്ചു തരാം. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം. ഇതിപ്പോൾ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു ഫ്രോക്കിനാണ് സിബ് വെച്ച് കൊടുത്തത്. ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആകുമ്പോൾ ഇതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് സിബ് വെക്കാൻ കഴിയും. പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ട് തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.